ഇന്നെങ്കിലും ഈ ചായ ഒന്ന് കുടിച്ചിട്ട് പോണേ. ചായ കുടിക്കാൻ സമയമില്ല. ഇന്നിപ്പോ IG വിസിറ്റിംഗ് സ്റ്റേഷനിൽ അപ്പൊ അങ്ങോട്ട് പോണം. നേരത്തെ പോണം. ഏത് IG വന്നാലും ഇത് ഇന്ന് കുടിച്ചിട്ടേ പോയാ മതി. ഇത് ഇന്നോടെ ഇരുന്ന് തണുത്ത് പോകാണ്ടില്ലേ? ഏത് IG? എനിക്ക് എന്താ അറിയാ IGനെ കുറിച്ച്. എന്താ തൊപ്പി എവിടെ? തൊപ്പി എവിടെ ഇല്ലേ? എപ്പോഴും വെക്കുന്ന അവിടെ അല്ലേ? അവിടെ ഉണ്ടായല്ല. ഉണ്ടായല്ലെങ്കിൽ പോയി നോക്കുന്നീ എവിടെ തൊപ്പി? എന്റെ അടിയിലുണ്ടോ? നിങ്ങൾ എവിടെ വെച്ച്? ഇവിടെ വെച്ചാണോ? എടി ഞാൻ എപ്പോഴും അവിടെ തൊപ്പി വെക്കുന്ന. പിന്നെ പ്രത്യേകിച്ച് ചോദ്യം അവിടെ വെച്ചെങ്കിൽ അവിടെ കാണണ്ടേ? അതന്നെ ഞാൻ ചിക്കനോട് ഇറങ്ങിപ്പോയാ. നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി വെച്ചു. അതിന്റെ അടിയിലെങ്ങാനുണ്ടോ? തലേടി നോക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടോ തൊപ്പി? അല്ല പോയ സാധനം നോക്കണേ അല്ലേ? ഞാൻ പോയി നോക്കുന്നീ. അതറിയാമെങ്കിൽ ഞാൻ അതങ്ങ് എടുത്ത് തരൂലേ? നീ വർത്താനം പറയുന്നില്ല തൊപ്പി ഈ സമയത്ത്. തൊപ്പി പോയാൽ നീക്ക് വിവരം അറിയുന്നേ. ഞാനെന്ത് വിവരം അറിയാനാണ്? പിള്ളേരെങ്ങാനും എടുത്ത് കളിക്കാനാ എന്തെങ്കിലും എടുത്തോണ്ട് പോയിണ്ടാവും. കളിക്കുന്ന സാധനമല്ല എന്റെ തൊപ്പി അല്ലേ? അവിടെ എവിടെയും കൊണ്ടുപോയി അങ്ങനെയൊക്കെ എടുത്ത് കളിക്കും. അങ്ങോട്ട് പോയാ അമ്മ ഒന്ന് നിർത്തമ്മ. ഇവിടെ പ്രാണവേദന, തപലവേദന. ഞാൻ നോക്കുവാന്നേ. നീ എന്റെ തൊപ്പി കണ്ടോടാ? ഞാൻ കണ്ടില്ല. നീ എന്നെ തൊപ്പി? തൊപ്പി നീ അറിയില്ലേ? എന്റെ തൊപ്പി കണ്ടല്ലേ നീ? അതകത്തുണ്ടാ നോക്കി ചെല്ല്. നീ കണ്ടില്ല തൊപ്പി? എടി എന്റെ തൊപ്പി കിട്ടിയത് എന്തൊരു കഷ്ടമാണ്. നിൽക്കുന്ന IG വരികയാണ്. എന്തൊരു നീ എല്ലായിടും നോക്കിയത്? ഭക്ഷണം കഴിക്കോട് നോക്കിയ നോക്കുവാണ്. നീ എന്റെ തൊപ്പി കണ്ടോ? എടി നീ എന്റെ തൊപ്പി കണ്ടോന്ന്? കണ്ടില്ലേ? തൊപ്പി എടുത്തില്ലേ നീ? എന്റെ തൊപ്പി കാണുന്നില്ലേ? അല്ല തൊപ്പി കണ്ടോന്ന് ചോദിച്ചു. പോലീസ് കൊച്ചിന് ആവശ്യമില്ലാതൊന്നും പറയും കേട്ടാ. ഞങ്ങൾ അങ്ങനെ വളർത്തണല്ല. മക്കള് മേടിക്കണ്ട ഒന്നും മേടി. എന്റെ തൊപ്പി പോയിരിക്കണം. ഈ സമയത്ത് വലിയ ഷൈനിങ് ഒന്നും വേണ്ടാട്ടാ. തൊപ്പി നോക്കണേ. നോക്കാണ്. എന്തൊരു കഷ്ടമാണ് നോക്കി. ഒരു തൊപ്പി സൂക്ഷിക്കാറുള്ള ആളിനെയൊക്കെ എങ്ങനെ ആക്കിയുണ്ട്? ഹലോ സാർ, സാർ വരുന്നു സാർ. അളിയ തൊപ്പി ഒന്ന് നോക്കിയെടുത്ത് താളിയാ. കാണാനില്ലേ? ബെഡ്റൂമിലൊക്കെ നോക്കി. എന്തൊരു കഷ്ടമാണ്. ചേട്ടാ ഒന്ന് സമാധാനപ്പെടും. ഇപ്പൊ തൊപ്പി കാണാത്തതല്ലേ പ്രശ്നം? അപ്പൊ അവിടെ ചെലപ്പോ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോ അവിടെ പറഞ്ഞാൽ മതി എന്റെ തൊപ്പി കാണാനില്ല, അവർ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എന്താണ് എന്റെ അളിയ പറയണത്? അങ്ങനെയൊന്നും അവിടെ സ്റ്റേഷനിൽ പറയാൻ അളിയ ഒരു കാര്യം ചെയ്യും. അളിയെ പറയാം. എന്തായാലും IG വരുവാണല്ലോ. അളിയ വരുമ്പോ IGക്ക് ഒരു പരാതി കൂടെ എന്റെ തൊപ്പി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കും. ഐഡിയ കൊള്ളാം, പക്ഷെ നടക്കില്ല. IG-യോടൊക്കെ പരാതി കൊടുത്ത് എന്റെ തൊപ്പി തെറിച്ചത് തന്നെ. എന്തൊരു കഷ്ടമാണ് നോക്കണത്. അതെ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം നിന്ന് സംസാരിച്ചോണ്ട് നിൽക്കാതെ തൊപ്പി എവിടെ നിന്ന് എല്ലാവരും പോയി തരയേ. ഈ കമ്മ നമ്മുടെ മുറിയുടെ പരിസരത്തോടെ നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഉച്ചക്ക്. എന്നാലിത് സ്ഥിരീകരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ അത് എവിടെ പോകാനാ? ഹലോ, തൊപ്പി എടുക്കണോ? അതൊക്കെ കൊള്ളാം. തൊപ്പിയിട്ടിരിക്കുന്ന അമ്മാവന്റെ അടുത്താണ് തൊപ്പി എടുത്തോളൂ. തൊപ്പി എടുത്തോ? ഞാനാ മര്യാദക്ക് തൊപ്പി എടുത്തു വന്നോട്ടോ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അഞ്ഞത്തേക്കാ? എന്റെത്തേക്കൊന്നുമല്ല, മര്യാദക്ക് തൊപ്പി എടുത്തു വന്നോ. എനിക്ക് എന്തിനാ എന്റെ തൊപ്പി? അതാണ് ഞാൻ ചോദിക്കും. എന്റെ തൊപ്പി നിങ്ങൾക്ക് എന്താണ്? ഞാൻ എടുത്തിട്ടില്ലെന്ന്. നിങ്ങള് അമ്മാവൻ എടുത്തിട്ടുണ്ട്. അമ്മാവൻ എല്ലാ ദിവസവും തൊപ്പി വെച്ചിട്ട് നടക്കുക. അല്ല, അമ്മാവന്റെ തൊപ്പി ഞാൻ എടുത്തു തരാം. എടുത്തിട്ടില്ലല്ലോ അല്ലേ? പപ്പാ ഇതിന്റെ അകത്ത് നോക്ക് പപ്പാ. ഇതിനകത്തുണ്ടോ നിനക്ക് എങ്ങനെ അറിയാം? അതിന്റെ അകത്ത് കാണും. എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയമുണ്ട്? സംശയമുണ്ട്. അതെങ്ങനെയാ സാർ അതിന്റെ അകത്തുണ്ടാവുക? ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞില്ലേ? ഞാൻ എടുത്തെങ്കിലല്ലേ അതിന്റെ അകത്തുണ്ടാവുള്ളൂ. ചെക്ക തമാശ കളിക്കരുത്. നിങ്ങൾ എന്തിനാ അപ്പന്റെ പേര് വിഷയത്തിന്? അപ്പനോടൊപ്പം കളിക്കായിരുന്നല്ലോ. പപ്പയുടെ റൂമിലൊന്നും അപ്പം വന്നിട്ടില്ല. പക്ഷെ മാത്തൻ ചേട്ടൻ പമ്മി അകത്ത് നമ്മൾ കണ്ടത്. സത്യം പറ, തൊപ്പിയാടാ. ഞാൻ അതിന്റെ അകത്ത് വെച്ചതാ, ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. നിന്നോട് ഇത്ര നേരം ഞാൻ ചോദിച്ചതാണ് തൊപ്പി എവിടെ എവിടെ. നീ പറഞ്ഞു. നീ
എന്താണ് നീ ചെയ്തേ? ഈ അപ്പൂപ്പൻ എന്നോട് വഴക്കുണ്ടാക്കി, അതുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ. പിന്നെ ഉണ്ടല്ലോ. ഹലോ സാർ, വരുന്നു സാർ, വരുന്നു. എന്നിട്ട് എന്റെ തൊപ്പി എവിടെ? എന്റെ തൊപ്പി എവിടാ? ടെൻഷൻ അടിക്കണ്ട, എന്നിട്ട് മാറിക്കേ. ഇവന്റെ അല്ലേ മകൻ, ഇതും ചെയ്തില്ല അപ്പുറം ചെയ്യുന്ന എനിക്കറിയായിരുന്നു. ഞാനൊന്ന് കരുതിയിരുന്നതാ. വേണ്ട, നീ ഇതിന്റെ പേരില് പ്രശ്നം ഉണ്ടാക്കണ്ട. കുട്ടികളല്ലേ, ഇങ്ങോട്ട് ക്ഷമിച്ചേക്ക്. ഞാൻ പോടേ. കുട്ടികൾക്ക് വരെ എന്നെ വേണ്ടേ. നീ എന്തിനാ ഇവിടെ നിക്കണെ? കളിക്കാം. പോത്ത് പോലെ വളമല്ലോടാ. എന്താ കുഞ്ഞെ നീ കാണിക്കണേ? അറിയാണ്ട് ചെയ്തു പോയതാ. ഒരു ദേഷ്യം. അറിയാതെ ഇങ്ങനെയൊക്കെയാ ചെയ്യണേ? പ്രായമായ മനുഷ്യനല്ലേ? എല്ലാരും കൂടി അമ്മാവൻ എന്തോരം വഴക്ക് പറഞ്ഞു. ഇനി ഞാൻ ചെയ്യല. പോയി അമ്മാവനോട് സോറി പറ. ചെല്ല് ചെല്ല്. ഓടാ. Alien versus Alien.